അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 31-ാം ആയത്ത് മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഊൻ. നഹിനു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ. ഞങ്ങൾ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷാധികാരികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഈ ഔലിയാവ് എന്ന പദത്തിന് ഒരുപാട് അങ്ങനെ അർത്ഥമുണ്ട്. ഔലിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്രങ്ങൾ, രക്ഷകര്, സംരക്ഷകര്, വലിയ രക്ഷാധികാരി, അങ്ങനെ ഒരുപാട് അർത്ഥം വരുന്ന വാക്കാണ്. അതാണ് പറയുന്നത് നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ. ഞങ്ങൾ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. വഫിൽ ആഖിറ, പരലോകത്തും. വലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ പരലോകത്ത് നിങ്ങൾക്കുണ്ട്, മാ തസ്തഹി അൻഫുസുക്കും നിങ്ങളുടെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെയുണ്ട്. വലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ മാ തദഊൻ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം നിങ്ങൾക്കുണ്ട്. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദഊൻ. ഭൗതിക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അവിടെ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അവിടെ വെച്ച് ആവശ്യപ്പെടുന്നതും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നുസുലൻ ഇതൊരു സൽക്കർമ്മമാണ്. മിൻ ഗഫൂരിർ റഹീം പരമകാരുണികനും പാപങ്ങൾ പുറത്തു തരുന്നവനുമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളൊരു സൽക്കർമ്മം. നുസുലൻ മിൻ ഗഫൂരിർ റഹീം പരമകാരുണികനും വളരെ പൊറത്തു തരുന്നവനുമായ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സൽക്കർമ്മമാണിത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? മിമ്മൻ ദആ ഇലല്ലാഹ് അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വഅമില സ്വാലിഹ എന്നിട്ടവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ അവൻ പറയുന്നു നിശ്ചയം ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ നന്മയും തിന്മയും ഒരിക്കലും സമമാകില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ
നല്ലത് കൊണ്ട് നിങ്ങൾ തിന്മയെ തടയണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അങ്ങനെ ചെയ്താൽ ഫൈദല്ലദീ ബൈനക, നിങ്ങളുടെ ഇടയിലുള്ള ഒരാൾ, വബൈനഹു, അവൻ്റെയും ഇടയിലുണ്ട്, അദാവത്തുൻ, ശത്രുതയുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആയിത്തീരും. കഅന്നഹു വലിയുൻ ഹമീം, അവൻ ഉറ്റ ബന്ധുവിനെ പോലെയായിത്തീരും. ഈ ആയത്ത്, അതായത് വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും തുല്യമാവുകയില്ല. നല്ലത് കൊണ്ട് നിങ്ങൾ തിന്മയെ തടഞ്ഞുകൊള്ളണം. എന്നാൽ നിങ്ങളുടെയും ഏതൊരുത്തിൻ്റെയും ഇടയിൽ ശത്രുതയുണ്ടോ അവൻ താങ്കളുടെ ഉറ്റ ബന്ധുവിനെ പോലെയായിത്തീരുന്നതാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ട ഒരായത്താണിത്. നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാവരോടും ശത്രുത വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആവേശത്തിന് എപ്പോഴും ശത്രുത ഉണ്ടാക്കും. അതിന് പകരം അവൻ നമ്മളോട് ഇങ്ങോട്ട് അക്രമം കാണിച്ചാലും നമ്മൾ നല്ലത് കൊണ്ട് പ്രതികരിച്ചാൽ അവൻ നമ്മുടെ ഉറ്റ ബന്ധുവായി തീരുമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. വമാ യുലക്കാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലക്കാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. മുകളിൽ പറഞ്ഞ കാര്യം അത് ഉണ്ടായിത്തീരണമെങ്കിൽ സാധാരണക്കാരനെ കൊണ്ട് കഴിയില്ല എന്ന് തൊട്ടടുത്ത ആയത്തിൽ, ഈ ആയത്തിൽ തന്നെ പറയുന്നു. എന്താ പറയുന്നത്? വമാ യുലക്കാഹാ ഇല്ലല്ലദീന സ്വബറു, ക്ഷമ കൈകൊണ്ടവർക്കല്ലാതെ ഇത് നൽകപ്പെടുകയില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റൂല, നല്ലതിനെ അല്ല തിന്മയെ നല്ലത് കൊണ്ട് പ്രതികരിക്കാൻ പറ്റൂല. വമാ യുലക്കാഹ, അത് കണ്ടെത്തുകയില്ല, ഇല്ലാദൂ ഹദ്ദിൻ അളീം, മഹാഭാഗ്യവാന്മാർക്കല്ലാതെയും അത് നൽകപ്പെടുകയില്ല. വമാ യുലക്കാഹ ഇല്ലല്ലദീന സ്വബറു വമാ യുലക്കാഹ ഇല്ലാദൂ ഹദ്ദിൻ അളീം, ക്ഷമ കൈകൊണ്ടവർക്കല്ലാതെ ഇത് നൽകപ്പെടുകയില്ല, മഹാഭാഗ്യവാന്മാർക്കല്ലാതെയും ഇത് നൽകപ്പെടുകയില്ല. ഫഇമ്മാ യൻസഅന്നക മിനശ്ശൈത്വാനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഫഇമ്മാ യൻസഅന്നക മിനശ്ശൈത്വാനി നസ്ഉൻ, പിശാചിൽ നിന്ന് എന്തെങ്കിലും ദുഷ്പ്രേരണ നിങ്ങളെ ഇളക്കി വിട്ടാൽ ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണം. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയം അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാണ്. പിശാചിൽ നിന്ന് എന്തെങ്കിലും ദുഷ്പ്രേരണ താങ്കളെ ഇളക്കി വിടുന്ന പക്ഷം നിങ്ങൾ അല്ലാഹുവിനോട് ശരണം തേടിക്കൊള്ളണം. തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാകുന്നു. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. വമിൻ ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലൈലു വന്നഹാർ, രാത്രിയും പകലും, വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനെയും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവകളെ സൃഷ്ടിച്ച അല്ലാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ.
രാവും പകലും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടവയാണ്. സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഫൈനിസ്തക്ബറു ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാർ വഹും ലാ യസ്അമൂൻ. ഇനി ഫൈനിസ്തക്ബറു, ഇനി അവർ അഹങ്കരിക്കുകയാണെങ്കിൽ വല്ലദീന ഇൻദ റബ്ബിക, അല്ലാഹുവിൻ്റെ അടുക്കലുള്ള മലക്കുകളുണ്ടല്ലോ, യുസബ്ബിഹൂന ലഹു, അവന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും, വഹും ലാ യസ്മഊൻ, അവർ മടി കാണിക്കുകയില്ല. ഈ ആയത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അള്ളാഹു ഖുർആൻ കൊണ്ട് വഴി നടക്കപ്പെടുന്ന സജ്ജനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.